മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയാനുള്ള അണിയറ നീക്കങ്ങൾ സജീവം. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിരാശരായ കൂറുമാറിയ NCP MLA-മാർ മടക്കയാത്രയ്ക്ക് തിടുക്കം കൂട്ടുമ്പോൾ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ച വിമത നീക്കം നടത്തിയ ശിവസേന നേതാക്കളും മാറി ചിന്തിക്കാൻ തുടങ്ങി. സംസ്ഥാന രാഷ്ട്രീയം വീണ്ടും സമ്മർദ്ദത്തിൽ. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ശിവസേനയിലെയും NCP-യിലെയും MLA-മാരാണ് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ അജിത് പവാർ പക്ഷത്തെ MLA-മാർ ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയ അജിത് പവാറിനോടൊപ്പം നിന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന തിരിച്ചറിവാണ് തീരുമാനത്തിന് പിന്നിൽ. അതേസമയം വിമത നീക്കം നടത്തി സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ ഇടഞ്ഞു നിൽക്കുന്ന ഷിൻഡെ പക്ഷത്തെ MLA-മാരും മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇതോടെ അണിയറയിൽ അനുനയ നീക്കങ്ങൾ സജീവമാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടക്കാനിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയമാണ് വിമത നേതാക്കളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. 48 സീറ്റുകളിൽ 30 സീറ്റുകളിൽ വിജയമുറപ്പിച്ച മഹാവികാസ് അഘാടി സഖ്യത്തിനോടൊപ്പം നിൽക്കാനാണ് NCP ശിവസേനയിൽ വിമത നീക്കം നടത്തിയ നേതാക്കൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂറുമാറിയിട്ടും ഒന്നുമാകാൻ കഴിയാതെ പോയ ഇടഞ്ഞു നിൽക്കുന്ന ശിവസേന NCP MLA-മാരെല്ലാം മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മഹാരാഷ്ട്രയിൽ ശരത് പവാറും ഉദ്ധവ് താക്കറെയും പഴയ പ്രതാപം തിരിച്ചുപിടിച്ചിരിക്കുകയാണെന്ന് പറയാം. അണികളെ എന്തു വില കൊടുത്തും കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും. മഹാരാഷ്ട്രയിൽ 45-ലധികം സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് BJP-യുടെ നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. 48 സീറ്റുകളിൽ 30 സീറ്റ് മഹാവികാസ് അഘാടി സഖ്യത്തിന് ലഭിച്ചപ്പോൾ മഹായുതി സഖ്യം 17 സീറ്റുകളിൽ ഒതുങ്ങിപ്പോകുകയായിരുന്നു. BJP-ക്ക് സംസ്ഥാനത്ത് 9 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. യഥാർത്ഥ പാർട്ടി ഏതാണെന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് താക്കറെയും ശരത് പവാറും തെരഞ്ഞെടുപ്പിൽ നൽകിയത്. ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ കരുനീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. രണ്ട് പ്രധാന പാർട്ടികളെ പിളർത്തി മഹാരാഷ്ട്രയിൽ BJP-യുടെ സമഗ്രാധിപത്യം നേടിയെടുക്കാനായിരുന്നു ശ്രമം. കൂറുമാറിയ MLA-മാർക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകിയായിരുന്നു കൂടെ ചേർത്തത്. അതുകൊണ്ട് തന്നെ ഷിൻഡെ പക്ഷത്തും അജിത് പവാർ പക്ഷത്തും MLA-മാർ ഇടഞ്ഞു നിൽക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും നിരാശരാക്കിയത്. രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ ശരത് പവാറിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഫഡ്നാവിസിന്റെ കരുനീക്കങ്ങളാണ് ഇതോടെ പാളിയത്. പാർട്ടികളെ പിളർത്തിയും നേതാക്കളെ അന്വേഷണ ഏജൻസികളെ കാട്ടി ഭീഷണിപ്പെടുത്തിയും BJP പാളയത്തിലേക്ക് മാറ്റാനായിരുന്നു മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഫഡ്നാവിസ് ശ്രമിച്ചത്. ഈ നീക്കങ്ങൾക്ക് കിട്ടിയ കനത്ത പ്രഹരം കൂടിയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.